ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 15ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പൊട്ടിത്തെറിക്കാൻ പോകുന്നതാണ്. ബായ്ചെങ് ഗ്യാങ്ങിലുള്ള ഒരു സ്റ്റുഡന്റ് ബായ്ചെങ്ങിന് ടവറിന്റെ ഉള്ളിൽ നിന്ന് അത് പൊട്ടിത്തെറിക്കാറായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിഗ്നൽ കൊടുത്തിരുന്നു. ബായ്ചെങ് അത് മനസ്സിലാക്കി യാണിനോട് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം ബായ്ചെങ്ങിന്റെ പ്രവൃത്തിയാണെന്ന് യാണിന് മനസ്സിലാകുന്നു. ദേഷ്യത്തോടെ ബായ്ചെങ്ങിനോട് അവൻ ചോദിക്കുകയാണ്, ടവറിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, നീ എന്താണ് ചെയ്തത്? അതിന്റെ പേരിൽ അവർ പരസ്പരം ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഹെഡ് മാസ്റ്റർ ദേഷ്യത്തോടെ കുറച്ച് ആളുകളുമായിട്ട് അവിടെ എത്തുന്നു. വന്ന ഉടനെ തന്നെ രണ്ടുപേരെയും ശരിക്കും ദേഷ്യത്തോടെ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ ശകാരിക്കുന്നുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ടവറിന്റെ ഉള്ളിൽ കയറ്റാൻ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ അനുവദിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ ജീവൻ പോലും പരിഗണിക്കാതെ അയാളുടെ വാക്ക് ധിക്കരിച്ച് യാൺ അങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് യാണിനെ ശകാരിക്കുന്നത്. യാണാണെങ്കിൽ ഒന്നും പറയാതെ അതൊക്കെ കേട്ടു നിൽക്കുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടി കൂടുതൽ കാരണങ്ങൾ ഉണ്ടാക്കിയത് ബായ്ചെങ് ആണ്. അതിന്റെ പേരിലാണ് ബായ്ചെങ്ങിനെ ശകാരിക്കുന്നത്. ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ അവനോട് ദേഷ്യത്തോടെ പറയുന്നത് വേറൊന്നുമല്ല, യാണിനോട് നിനക്ക് അടങ്ങാനാവാത്ത ദേഷ്യമുണ്ടെന്നറിയാം, പക്ഷേ ഇത് നീ യാണിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. ഈ ഒരു നഷ്ടം അവന് ഒരിക്കലും നികത്താനാവില്ല. അതിലും ക്രൂരമായിട്ടുള്ള കാര്യമാണ് ടവറിന്റെ ഉള്ളിലുള്ള സ്റ്റുഡൻസിനോട് നീ ചെയ്തത്. അവർ അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ നീ എന്ത് ഉത്തരമായിരിക്കും പറയാൻ പോവുക? അവരുടെ ഫാമിലീസിനോടും റിലേറ്റീവ്സിനോടും നീ എന്തായിരിക്കും പറയാൻ പോവുക? യാണിനോടാകട്ടെ എന്റെ വാക്കിന് നീ പുല്ലുവിലയാണോ തരുന്നതെന്നും ചോദിക്കുന്നു. ബായ്ചെങ് അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നു. അപ്പോഴേക്കും ടവറിന്റെ ഉള്ളിൽ നിന്ന് മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. അകത്ത് മെഡൂസ അവളുടെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പൊട്ടിത്തെറിക്കാതിരിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടറും ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു. അങ്ങനെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബോഡി പൊട്ടിത്തെറിക്കാതിരിക്കുന്നതായിട്ട് കാണുമ്പോൾ പുറത്തുള്ള സ്റ്റുഡൻസിനും ആശ്വാസമാകുന്നു. അപ്പോ യാൻ വലിയൊരു പ്രസംഗം തന്നെ അവിടെ നടത്തുന്നുണ്ട്. പോയിസണസ് ബോഡി എന്നത് ഒരു ശാപമാണ്, പക്ഷേ ഞാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഒരു ശാപമായിട്ട് കണ്ട് എല്ലാവരും അകറ്റി നിർത്തിയതുപോലെ തന്നെ ഞാനും ആ അവസ്ഥയിലൂടെ കടന്നുപോയതാണ്. ക്ലൗഡ് മിസ്റ്റി സെക്ട് എന്നെ അന്ന് വേട്ടയാടുകയായിരുന്നു. എന്നിട്ടും എനിക്ക് ആശ്രയം തന്നതും അവർക്കെതിരെ പോരാടുന്നതിന് വേണ്ടി ഹെവൻലി ഫ്ലെയിംസ് തന്നതും അക്കാദമി ആയിരുന്നു. അന്നു മുതൽ എനിക്ക് അക്കാദമിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അക്കാദമി മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കില്ല, അത് സ്വന്തമായിട്ടാണ് എപ്പോഴും തീരുമാനമെടുക്കുക. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരുന്നു ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അക്കാദമി കഴിവുള്ളവരെ എപ്പോഴും അംഗീകരിച്ചിട്ടേ ഉള്ളൂ. പുറത്തുള്ള ഒരു ഘടകവും അവരുടെ തീരുമാനത്തെ ബാധിക്കാറില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേപോലെ തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെയും അക്കാദമി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേട്ട് എല്ലാവരും കൺവിൻസ് ആകുമെങ്കിലും ബായ്ചെങ് മാത്രം കൺവിൻസ് ആവുന്നില്ല. അവൻ പറയുന്നത് അക്കാദമിക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് യാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ്. അപ്പോ യാൻ പറയുന്നത് അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ, നിന്റെ പ്രവൃത്തികൾ കാരണമല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ്. ബായ്ചെങ് അപ്പോൾ അതിന് മറുപടി ആയിട്ട് പറയുന്നത്, ഇന്നല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. പോയിസണസ് ബോഡിക്ക് ഒരു ആന്റിഡോട്ടും ഇല്ല. ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ പറയുകയാണ്, അതിന് ആന്റിഡോട്ട് ഇല്ലാഞ്ഞിട്ടല്ല, അതിന് ആന്റിഡോട്ട് ഉണ്ട്, പക്ഷെ അത് കിട്ടാൻ വളരെ പ്രയാസമാണ്, അത് വളരെ റെയർ ആണ്. യാൺ അപ്പോൾ പറയുന്നത് അതിനു വേണ്ടിയുള്ള കുറച്ച് സമയം മാത്രമാണ് താൻ ആവശ്യപ്പെടുന്നത് എന്നാണ്. അതുവരെയും ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ടവറിന്റെ ഉള്ളിൽ കീപ്പ് ചെയ്യണം. എല്ലാ സ്റ്റുഡൻസും ഒരേ സ്വരത്തിൽ അതിന് അവസരം കൊടുക്കണമെന്ന് ഹെഡ് മാസ്റ്ററിനോട് പറയുന്നു. എന്നാൽ ബായ്ചെങ് അതിന് കൂട്ടു നിൽക്കാൻ തയ്യാറാകുന്നില്ല. ആന്റിഡോട്ട് കിട്ടുന്നതിന് മുമ്പേ അവളുടെ ബോഡി പൊട്ടിത്തെറിക്കുകയാണെങ്കിലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ കൂടെ താനും മരിക്കുമെന്ന് പറയുന്നു. അതായത് അവൻ അതിന് സാധിച്ചില്ലെങ്കിൽ മരിക്കാൻ പോലും തയ്യാറാണെന്ന്. അകത്തു നോക്കുകയാണെങ്കിൽ മെഡൂസയുടെ സഹായത്തോടെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ബോഡി പൊട്ടിത്തെറിക്കാതെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നു. ചുറ്റിനുമുള്ള പോയിസണസ് മിസ്റ്റിനെ ലിറ്റിൽ ഫെയറി ഡോക്ടർ തന്നെ ഇപ്പോൾ അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഹെഡ് മാസ്റ്റർ സൂക്കിയാനും അതിന് തയ്യാറാകുന്നു. യാൻ ആന്റിഡോട്ട് കണ്ടുപിടിക്കുന്നത് വരെയും ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ടവറിന്റെ ഉള്ളിൽ കഴിയാം. ആ സമയത്ത് അക്കാദമിയുടെ സുരക്ഷിതത്വവും മറ്റും ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ തന്നെ ഏറ്റെടുക്കുന്നു. ബായ്ചെങ്
ഇതിനെ എതിർത്ത് പറയാൻ ശ്രമിച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അവസാനം അകത്ത് വന്ന് ഹെഡ് മാസ്റ്ററിന്റെ ശക്തി കൂടി പ്രയോഗിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും പോയിസണസ് ബോഡി പൊട്ടിത്തെറിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ ലിറ്റിൽ ഫെയറി ഡോക്ടറിന് സാധിക്കുന്നു. ഇപ്പോ അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. ആന്റിഡോട്ട് അത്യാവശ്യമാണ്. ഹെഡ് മാസ്റ്റർ സൂക്കിയൻ അതിനുശേഷം ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ചോദിക്കുന്നത് ഇനിയും ഇതേപോലത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോ എൽഡർ ഹാവോ പറയുന്നത് അവൾ അതിനെ തീർച്ചയായും കൺട്രോൾ ചെയ്യുമെന്നാണ്. ഇപ്പോൾ പോലും പൊട്ടിത്തെറിക്കുന്നതിന്റെ വക്കിൽ വരെയും എത്തിയിട്ടും ഒരുപാട് വേദനകൾ സഹിച്ച് അവൾ അതിനെ കൺട്രോൾ ചെയ്തതാണ്. പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ സമയത്തുണ്ടാകുന്ന വേദന എന്നത് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാവുന്നതിലും അപ്പുറത്തുള്ള വേദനയാണ്. എന്നിട്ടും അവൾ അത് സഹിച്ചു നിന്നു. അവൾക്ക് അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നത് വേറൊന്നുമല്ല, മരിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അവൾ മൂലം ഉണ്ടാക്കി വെക്കുന്ന നാശനഷ്ടങ്ങളോ അതുമൂലം യാൺ അവനെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ വേദനകളെല്ലാം സഹിച്ച് താൻ അതിനെ കൺട്രോൾ ചെയ്തതെന്നാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ സൂക്കിയാന് പോലും ലിറ്റിൽ ഫെയറി ഡോക്ടറിനോട് ബഹുമാനം തോന്നുന്നു. അവളോട് സമാധാനത്തോടെ അവിടെ തന്നെ തുടർന്നോളൂ, ആരും അവളെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. എൽഡർ ഹാവോ അപ്പോൾ അവരെ നോക്കാൻ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞതാണ്. ഹെഡ് മാസ്റ്റർ അപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എൽഡർ ഹാവോയൊക്കെ നല്ല മനുഷ്യനാണ്. അതിനുശേഷം ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ലിറ്റിൽ ഫെയറി ഡോക്ടർ എല്ലാം ക്ഷമിച്ച് സഹിച്ചു നിന്നതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ എടുത്തു ചാടി ഇതേപോലത്തെ ദുഷ്ടപ്രവർത്തികളൊന്നും ചെയ്യരുത്. ശേഷം യാണിനോട് ഗുഡ് ലക്ക് നേർന്നുകൊണ്ട് നീ എടുത്ത തീരുമാനത്തെക്കുറിച്ച് ഓർത്ത് നീ ഖേദിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഹെഡ് മാസ്റ്റർ സൂക്കിയാനും മറ്റുള്ളവരും അവിടുന്ന് പോകുന്നു. യാണാകട്ടെ അതിനുശേഷം ആദ്യമേ നന്ദി പറയുന്നത് മെഡൂസയോടാണ്. അവളോടുള്ള കടപ്പാട് ദിനം പ്രതി കൂടി വരികയാണ് എന്ന് പറയുമ്പോൾ മെഡൂസ പറയുകയാണ്, അതൊക്കെ വിട്ടേക്കൂ, നമ്മൾ തമ്മിലുള്ള ബിസിനസ് ഇതുവരെയും തീർന്നിട്ടില്ല. നീ കെയർഫുൾ ആയിരിക്കണം. ഞാനില്ലാത്ത സമയത്തും സുരക്ഷിതനായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓർക്കുക, നിന്റെ ജീവൻ എനിക്ക് സ്വന്തമാണ്. എനിക്ക് തന്ന വാക്ക് പാലിച്ചിട്ടേ നീ മരിക്കാൻ പാടുള്ളൂ. ലിറ്റിൽ ഫെയറി ഡോക്ടറിനോടാകട്ടെ ക്ഷമയോടെ ഇവിടെ തന്നെ കാത്തിരിക്കണം. തീർച്ചയായിട്ടും ബോധിസത്വ ഇൻകാർണേഷൻ സലൈവുമായിട്ട് താൻ തിരികെ വരുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം യാണും പുറത്തിറങ്ങി കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ ബായ്ചെങ്ങിനോടായിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും അക്കാദമിയിലെ നിയമങ്ങൾ തെറ്റിച്ചു. പക്ഷെ രണ്ടുപേരെയും ഇപ്പോൾ പണിഷ് ചെയ്യുന്നില്ല. യാൺ പോയിസണസ് ബോഡിയുള്ള ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ അക്കാദമിയിലേക്ക് കൊണ്ടുവന്നു. നീയാകട്ടെ യാണിനോടുള്ള ദേഷ്യം മൂലം ഒളിഞ്ഞു നിന്ന് പോയിസണസ് ബോഡിയുള്ള ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ആക്രമിച്ച് അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസുകൾ അധികമാക്കി. പക്ഷേ എല്ലാം ഇപ്പോൾ നല്ല രീതിയിലാണ് അവസാനിച്ചത്. നിന്റെ സഹോദരൻ മരിച്ചത് കൊണ്ടുള്ള ദേഷ്യം മൂലമാണ് നീ ഇത് ചെയ്തതെന്നറിയാം. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ക്ഷമിക്കുന്നത്. അപ്പോ തന്റെ കയ്യിലുള്ള ഒരു ടോക്കൺ കാണിച്ചുകൊണ്ട് ബായ്ചെങ് യാണുമായിട്ടുള്ള ഒരു ഡുവലിനെ യാണിനെ ക്ഷണിക്കുന്നു. ഒരു വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. ബായ്ചെങ്ങിന്റെ മെറിറ്റിലൂടെ തന്നെയാണ് ആ ടോക്കൺ ബായ്ചെങ്ങിന് കിട്ടിയത്. ഫോറസ്റ്റിൽ വെച്ച് 80ഓളം സ്റ്റുഡൻസിനെ പരാജയപ്പെടുത്തി ഓടിച്ചതുകൊണ്ടാണ് അവന് ആ ടോക്കൺ കിട്ടിയത്. അതുപയോഗിച്ച് അവൻ അക്കാദമിയോട് ഒരു റിക്വസ്റ്റ് നടത്താനാകും. പ്രശ്നമൊന്നുമല്ലാത്ത എന്താഗ്രഹമാണെങ്കിലും അക്കാദമി സാധിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇതും സാധിച്ചു കൊടുത്തേ മതിയാകൂ. പക്ഷെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോധിസത്വ ഇൻകാർണേഷൻ സലൈവ കണ്ടുപിടിക്കുക എന്നതാണ്. യാണും അത് തന്നെയാണ് ശരി എന്ന് പറയുന്നു. അത് കണ്ടുപിടിച്ച് തിരികെ വന്ന ഉടനെ തന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാമെന്ന് യാൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഡുവലിന് സമ്മതം മൂടുമ്പോൾ തന്നെ അട്ടഹസി ചിരിച്ചുകൊണ്ട് മൂഗോ അവിടെ എത്തുന്നു. യാണിന് വേണ്ടിയായിരുന്നു മൂഗോ അവിടെ എത്തിയത്. എന്നാൽ മൂഗോയുടെ ആദ്യത്തെ അറ്റാക്ക് തന്നെ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ തടയുകയായിരുന്നു. മൂഗോ അപ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ വന്നത് യാണിന് വേണ്ടിയാണ്. നിങ്ങൾ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഹെഡ് മാസ്റ്റർ അപ്പോൾ അക്കാദമിയിൽ വന്നിട്ടാണോ നിന്റെ കളി എന്ന് ചോദിക്കുന്നു. യാണാകട്ടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ തേടി വരാനിരിക്കുകയായിരുന്നു. നീ ഇപ്പോൾ എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നല്ല കാര്യം. പറയടാ, എന്റെ മാസ്റ്റർ യോച്ചൻ എവിടെ? മൂഗോ അപ്പോൾ നിന്നെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കുറച്ച് പറന്ന് മാറി നിൽക്കുന്നു. അയാളുടെ ആ പറക്കല് കാണുമ്പോൾ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ യാണിനോട് പറയുകയാണ്, വായുവിലൂടെയുള്ള ആ നടത്തം കണ്ടിട്ട് അയാൾ ദാവോ ആൻസിസ്റ്ററിന്റെ പീക്ക് ലെവലിലാണെന്നാണ് തോന്നുന്നത്. നീ ദാവോ കിങ് ലെവലിലാണ്, ഞാൻ ദാവോ എംപറർ ലെവലിലാണ്. നമ്മുടെ ശക്തിയുടെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഒരുപാട് ദൂരത്താണ്. വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ ഫൈറ്റ് ചെയ്യുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറന്ന് അയാളുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം മൂഗോയുടെ അടുത്തെത്തി പറയുകയാണ്, ഹാൻഫെങ് അവന്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ മരിച്ചു. ഇനി അടുത്തത് നീയാണ്. അതും പറഞ്ഞുകൊണ്ട് അവന്റെ വാള് പോലെയുള്ള ആയുധത്തിൽ ഹെവൻലി ഫ്ലെയിംസ് പടർത്തിക്കൊണ്ട് മൂഗോവുമായിട്ട് അവൻ ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ മൂഗോ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെ തന്നെ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിലൊക്കെ അവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മൂഗോയ്ക്ക് അതൊന്നും ഏൽക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് മൂഗോ പുറപ്പെടുവിക്കുന്ന കറുത്ത പുക സ്റ്റുഡൻസിന്റെ അടുത്തേക്കും ടവറിന്റെ ഉള്ളിലേക്കും ഒക്കെ കയറുന്നു.
സ്റ്റുഡൻസിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ഹെഡ് മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല. ടവറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴാകട്ടെ അത് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അപ്പോ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മെഡൂസ അവിടെ ഒരു ഷീൽഡ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. മെഡൂസയ്ക്ക് ഉടനെ തന്നെ അത് സോൾ ഹാളിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാകുന്നു. കാരണം ഹാൻഫിങ്ങിന്റെ ഓറയുമായിട്ട് സാമ്യമുള്ളതായിരുന്നു അത്. ഇത് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ അവസ്ഥ വളരെ മോശമാക്കുകയുള്ളൂ. ആ ഷീൽഡ് ടെമ്പററി ആയിട്ട് മാത്രമേ സഹായിക്കുകയുള്ളൂ. എത്ര നേരം അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് മെഡൂസയ്ക്ക് പറയാനാകില്ല. യാണാകട്ടെ പുറത്ത് ഫ്ലെയിംസുകൾ മെർജ് ചെയ്തുകൊണ്ട് മൂഗോയുടെ നേരെ അറ്റാക്ക് നടത്തുന്നുണ്ട്. ആ അറ്റാക്ക് നടത്തുന്നതിന് മുമ്പേ മൂഗോ പറയുന്നുണ്ട് അത് തന്റെ നേരെ പ്രയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന്. അത് ശരിയായിരുന്നു. ആ ആക്രമണം പോലും മൂഗുവോ അയാളുടെ കയ്യിലുള്ള ഹെവൻലി ഫ്ലെയിംസ് കൊണ്ട് തടുക്കുകയായിരുന്നു. അതുമൂലം ടവറിലൊക്കെ ശരിക്കും കുലുക്കമുണ്ടാകുന്നു. മെഡൂസ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കൂടുതലായിട്ട് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. യാണാകട്ടെ തെറിച്ചു പോയി വീഴാൻ പോകുമ്പോൾ ഹെഡ് മാസ്റ്റർ വന്നാണ് പിടിക്കുന്നത്. അതിനുശേഷം മൂഗോയെ ആകട്ടെ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ യാൺ അതൊക്കെ തടഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം അവനോട് പറയുകയാണ്, നീ ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഇങ്ങനെ മാത്രമാണോ ഉപയോഗിക്കുന്നത്? ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യാനാകും. എന്നാൽ ആ ശബ്ദം എവിടെ നിന്നാണെന്ന് യാണിന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം വീണ്ടും സാധാരണ പോലെ തന്നെ യാൺ മൂഗോയെ നേരിടുന്നു. കഷ്ടപ്പെട്ടാണ് മൂഗോയെ നേരിടുന്നത്. ആ സമയത്ത് വീണ്ടും ആ ശബ്ദം പറയുകയാണ്, ഇങ്ങനെയാണ് നീ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള ഹെവൻലി ഫ്ലെയിംസും ഫോളൻ ഹാർട്ട് ഫ്ലെയിമും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. യാൺ അപ്പോൾ എന്നെ ഈ ശല്യപ്പെടുത്തുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. യാണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വൃദ്ധൻ അപ്പോൾ യാണിനോട് അങ്ങോട്ട് വരാൻ പറയുന്നു. യാണിനെ എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ശക്തി അവനെ ടവറിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അതവനെ കൊണ്ടുപോയത് ടവറിന്റെ ഏറ്റവും അടിയിലേക്കായിരുന്നു. അവൻ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കീഴടക്കിയ സ്ഥലത്തേക്ക് തന്നെ. അത് കണ്ട് ആകുലപ്പെട്ട് മെഡൂസയും ലിറ്റിൽ ഫെയറി ഡോക്ടറും ഒക്കെ യാണിന്റെ പേര് ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ മൂഗോയെ ഇപ്പോൾ നേരിടുന്നത് ഹെഡ് മാസ്റ്ററും മറ്റുള്ള സ്റ്റുഡൻസും മാസ്റ്റേഴ്സും ഒക്കെയാണ്. ബായ്ചെങ്ങും ഡ്രാഗൺ ആയിട്ടുള്ള സിയാനും ഒക്കെ ഒറ്റയ്ക്ക് പാഞ്ഞു ചെന്ന് മൂഗോയെ നേരിട്ടതായിരുന്നു. പക്ഷേ മൂഗോയുടെ അറ്റാക്ക് മൂലം അവർ തെറിച്ചുപോയി വീഴുകയായിരുന്നു. ഒരു സ്റ്റുഡന്റ് മരിക്കുക പോലും ചെയ്യുന്നു. ഹെഡ് മാസ്റ്റർ സൂക്യാൻ അയാളുടെ സർവ്വശക്തിയും എടുത്ത് കഷ്ടപ്പെട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കുറച്ചു കഴിയുമ്പോൾ അക്കാദമിയുടെ പ്രൊട്ടക്ടേഴ്സ് ആയിട്ടുള്ള എൽഡേഴ്സിനെയും സഹായത്തിനായി അങ്ങോട്ട് വിളിക്കുന്നു. അവർ 9 പേരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ദാവോ കിങ്സ് ലെവലിലുള്ളവരായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് അക്കാദമിയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോർമേഷൻ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും മൂഗോയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. മൂഗോ പറയുകയാണ്, നല്ല കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും ശക്തി സോൾ ഹാളിന് നിങ്ങൾ സമർപ്പിക്കാൻ പോവുകയാണ്. യാണിനെ നോക്കുകയാണെങ്കിൽ യാൺ ഇപ്പോൾ ഉള്ളത് ലാവയൊക്കെ തിളച്ചു മറയുന്ന അണ്ടർഗ്രൗണ്ടിലാണ്. അവിടെ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫ്ലെയിം ലിസാർഡുകൾ വരുന്നു. യാണിന്റെ ഒറ്റ ഇടിയിൽ തന്നെ അവ ഇല്ലാതാകുന്നുണ്ടെങ്കിലും അവ എണ്ണത്തിൽ ഒരുപാടുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ വൃദ്ധൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷിക്കാൻ പറയുന്നു. യാൺ അപ്പോൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ആ വൃദ്ധന്റെ കൈ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ പല്ലികളെ ഉണ്ടാക്കുന്നത് തന്നെ അയാളായിരുന്നു. അയാൾ പേടി അഭിനയിച്ചുകൊണ്ട് യാണിനോട് പറയുകയാണ്, ചുറ്റുപാടും ഒന്ന് നോക്കൂ, ആ പല്ലികൾ വീണ്ടും ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. യാൺ അപ്പോൾ എങ്ങനെയെങ്കിലും അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നു. യാൺ അതിനുശേഷം ഓരോ പല്ലികളെയും ഇല്ലാതാക്കി കഴിയുമ്പോഴും ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്ന് ആ വൃദ്ധൻ തന്നെയായിരുന്നു അതിനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനൊരു അവസാനവുമില്ല എന്ന് കാണുമ്പോൾ യാൺ തന്നെ നിരാശയിലാകുന്നു. ആ വൃദ്ധൻ അപ്പോൾ പറയുകയാണ്, ഫോളൻ ഹാർട്ട് തനിയെ ഒന്ന് പ്രയോഗിച്ചു നോക്കിക്കൂടെ? യാൺ ഉടനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ അയാൾ ഫ്ലെയിംസ് ഉപയോഗിച്ച് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് യാൺ കാണുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ യാണിന്റെ ഉള്ളിൽ നിന്ന് ആ വൃദ്ധൻ ഫോളൻ ഹാർട്ട് ഫ്ലെയിം എടുക്കുന്നു. യാൺ അപ്പോൾ പറയുകയാണ്, ഇതിന്റെ മാസ്റ്റർ ഞാനല്ലേ, ഇതിനെ കീഴടക്കിയത് ഞാനല്ലേ, എങ്ങനെയാണ് അത് നിങ്ങളെ അനുസരിക്കുന്നത്? ആലോചിച്ച് നോക്കിക്കഴിയുമ്പോൾ അവസാനം യാണിന് ഒരു കാര്യം മനസ്സിലാകുന്നു. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ യഥാർത്ഥ ഓണർ അയാളാണ്. അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. യാണാകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെവൻലി ഫ്ലെയിം തിരികെ കിട്ടിയില്ലേ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ യാണിനെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ വൃദ്ധം പറയുകയാണ്, അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കറിയാം നീ നല്ല കഴിവുള്ളവനാണ്. ഹെവൻലി ഫ്ലെയിംസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉപയോഗിച്ച് നീ നന്നായിട്ട് കൾട്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നീ ആയിരിക്കും ഈ കോണ്ടിനെന്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൾട്ടിവേറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഫോളൻ ഹാർട്ട് ഫ്ലെയിം എന്റെ ആയിരുന്നല്ലോ, അത് നിന്റെ കൂടെ ആയിരുന്ന സമയത്ത് എന്റെ ചെവി നിന്റെ ഉള്ളിലായതുപോലെ ആയിരുന്നു. നിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ മനസ്സിലാക്കി. യാൺ പറയുകയാണ്, അപ്പോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ എന്താണ് ഒരു മാർഗം? നീ ഇവിടെ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിനക്കൊരു പക്ഷെ അവരെ രക്ഷിക്കാം. അതിനെത്ര സമയം
സമയം വേണമെന്ന് ചോദിക്കുമ്പോൾ അത് നിന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ആ വൃദ്ധം പറയുന്നു. യാൺ അപ്പോൾ എനിക്കതിനുള്ള സമയമൊന്നുമില്ല, 1 മിനിറ്റ് പോലും കാത്തിരിക്കാനില്ല, ഉടനെ അങ്ങോട്ട് പോയി അവരെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. ആ വൃദ്ധൻ അപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിനക്കൊരു ചാൻസ് തരാം, ഫോളൻ ഹാർട്ട് ഫ്ലെയിം ഉപയോഗിച്ച് എന്നെ നീ പരാജയപ്പെടുത്തണം. യാൺ പറയുകയാണ്, ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ ഓണർ നിങ്ങളല്ലേ, അതുപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ പരാജയപ്പെടുത്തുക? ആ വൃദ്ധം പറയുകയാണ്, ഇപ്പോഴെങ്കിലും നിന്റെ മണ്ട നീ ഉപയോഗിക്കൂ, ആദ്യമേ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കൂ. യാൺ അപ്പോൾ മോതിരത്തിന്റെ ഉള്ളിലുള്ള ലൈബ്രറിയിൽ പോയി അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അവസാനം അവിടെ വെച്ച് യാണിന് ഒരു ക്ലൂ കിട്ടുന്നു. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ ഉപയോഗിച്ച് ഹാർട്ട് ഫ്ലെയിമിനെ വിളിച്ചു വരുത്താനാകും. ആ വൃദ്ധൻ ഹാർട്ട് ഫ്ലെയിമിന്റെ ശക്തി യാണിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് യാൺ അയാളെ പൂർണ്ണമായിട്ടും എരിച്ച് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അയാളുമായിട്ട് യാൺ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അത് യാണിനെ തന്നെ ഭാവിയിൽ ദോഷകരമായിട്ട് ബാധിക്കും. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ യഥാർത്ഥ ശക്തി അതാണ്. മെഡൂസയാകട്ടെ യാണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാകാതെ തിരികെ അവരുടെ സ്ഥലത്ത് തന്നെ എത്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഫയർ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചല്ല മെഡൂസ ട്രെയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മെഡൂസയ്ക്ക് അധിക നേരം അതിന്റെ ഉള്ളിലൊന്നും നിൽക്കാനാകാത്തത്. മെഡൂസ ഏകദേശം 3 പ്രാവശ്യം അങ്ങോട്ട് പോയി വന്നതാണ്, എന്നിട്ടും യാണിനെ കണ്ടെത്താനായില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടറും ഒക്കെ ശരിക്കും ആകുലപ്പെടുന്നു. മെഡൂസയാണ് അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നത്. യാണിന് ഫയറിനും ഒക്കെ ചേർത്ത് നിൽക്കാനാകും, അവന് അത് കൂടാതെ ഒരുപാട് ടെക്നിക്കുകളൊക്കെ അറിയാമെന്നൊക്കെ മെഡൂസ പറയുന്നു. യാൺ അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തു കഴിയുമ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടർ അവളുടെ സർവ്വശക്തിയും എടുത്ത് അവളുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നു. അവസാനം ലിറ്റിൽ ഫെയറി ഡോക്ടർ അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. മെഡൂസയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. മെഡൂസ അതിനുശേഷം പറയുകയാണ്, ഇനി ഞാൻ പുറത്തുള്ള ആ ദുഷ്ടനെ ഇല്ലാതാക്കാൻ പോട്ടെ. എന്നാൽ മെഡൂസയെ തടഞ്ഞുകൊണ്ട് താൻ അങ്ങോട്ട് പോകാമെന്ന് ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നു. യാണിനെ നോക്കുകയാണെങ്കിൽ അവൻ എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വൃദ്ധനപ്പോൾ നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ യാൺ പറയുകയാണ്, എനിക്കൊരിക്കലും നിങ്ങളെ എരിച്ചു കൊല്ലുവാൻ സാധിക്കില്ല, എന്റെ ഉള്ളിൽ അല്പം ജീവൻ അവശേഷിച്ചാൽ പോലും എനിക്ക് ഇവിടെ നിന്ന് പോയേ മതിയാകൂ, എനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടറും മെഡിസിൻ എൽഡറും ഒക്കെ കാരണമാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലായിരിക്കുന്നത് തന്നെ. ഇന്ന് ഈ കാണുന്ന ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം അവരാണ്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും തനിക്കിത് ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വൃദ്ധന് പോലും യാണിനോട് അലിവ് തോന്നുന്നു. അയാളുടെ കയ്യിലുള്ള ഹാർട്ട് ഫ്ലെയിമുമായിട്ട് യാണിന്റെ ഫോളൻ ഹാർട്ട് ഫ്ലെയിം സംയോജിപ്പിച്ചുകൊണ്ട് അത് യാണിന്റെ ശരീരത്തിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു ദാവോ ടെക്നിക്ക് പഠിപ്പിച്ചു തരാം. ഈ തീരുമാനം ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാനാകില്ല, പക്ഷേ വളരെ വേഗത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നീ ഇത് പഠിക്കുകയാണെങ്കിൽ എന്നെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ മുഴുവൻ ശക്തിയും നിനക്ക് ആർജിക്കാം. ഇതിലും നീ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നീ മരിക്കും. ഒന്നില്ലെങ്കിൽ ഇയാള് പഠിപ്പിക്കാൻ പോകുന്ന ഈ ദാവോ ടെക്നിക്ക് പഠിക്കണം, അല്ലെങ്കിൽ അയാളുമായിട്ട് ഏറ്റുമുട്ടി അയാളെ കൊന്നുകളയണം. അയാള് ദാവോ ടെക്നിക്കാണ് യാണിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫോളൻ ഹാർട്ട് ഫ്ലെയിം അതിന്റെ പൂർണ്ണ ശക്തിയോടെ പ്രയോഗിക്കാനുള്ള ദാവോ ടെക്നിക്കാണത്. ഇതുവഴി ആ വൃദ്ധന് ഫോളൻ ഹാർട്ട് ഫ്ലെയിമുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കാൻ സാധിക്കും. പിന്നെ അത് യാണിന്റെ മാത്രമായിരിക്കും. യാണിനെ അയാൾ അത് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. പുറത്തു നോക്കുകയാണെങ്കിൽ മൂഗോയുടെ ആക്രമണം കിട്ടി ഹെഡ് മാസ്റ്റർ സൂക്കിയാനൊക്കെ തെറിച്ചു പോയി വീഴുന്നു. അപ്പോഴേക്കും ഇനി ഞാൻ അയാളെ നേരിടാമെന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ അവിടെ എത്തുന്നു. അക്കാദമി എന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചതാണ്, അതുകൊണ്ട് തന്നെ അക്കാദമിയെ സഹായിക്കാൻ എന്നെ അനുവദിക്കണം, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. കൺട്രോളോട് കൂടി മാത്രമേ ഞാൻ ഫൈറ്റ് ചെയ്യുകയുള്ളൂ, അക്കാദമിക്ക് ഞാൻ ഒരാപത്തും വരുത്തി വെക്കില്ല. മൂഗോ അവളെ കണ്ടിട്ട് പറയുകയാണ്, പോയിസണസ് ബോഡിയോ, ജിയാനൻ അക്കാദമി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ വിഷമുള്ള ബോഡി പൊട്ടിത്തെറിച്ചാൽ പോലും എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. എങ്കിൽ അത് നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ മൂഗോയെ നേരിടുന്നു. അപ്പോഴേക്കും മെഡൂസയും അവിടെ എത്തുന്നുണ്ട്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. മെഡൂസയും എൽഡർ ഹാവോയും ഒക്കെ പറയുന്നത് അവസാന റിസൾട്ടിനായിട്ട് നമുക്ക് കാത്തിരിക്കാമെന്നാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തതുകൊണ്ട് തന്നെ മൂഗോയ്ക്ക് അധികമൊന്നും പിടിച്ചു നിൽക്കാനായില്ല. ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ബ്ലഡ് മൂഗോയുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നു. അതുമൂലം മൂഗോ വേദന അനുഭവിക്കുകയാണ്. ലിറ്റിൽ ഫെയറി ഡോക്ടർ ആകട്ടെ ദേഷ്യത്തോടെ ഇങ്ങനെ പറയുന്നു, ഇനിയൊരിക്കലും ആർത്തിയോടെ എന്റെ ശക്തി ആഗിരണം ചെയ്യാൻ ശ്രമിക്കരുത്. ഇന്ന് നീ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ കൂടുതൽ ശക്തി പ്രയോഗിക്കുന്നു. ആദ്യമൊക്കെ മൂഗോയ്ക്ക് ഒരുപാട് വേദനകൾ അനുഭവപ്പെട്ടതാണ്. എന്നാൽ മൂഗോ ഉടനെ തന്നെ മറ്റൊരു ട്രിക്ക് പ്രയോഗിക്കുന്നു. അതുമൂലം മൂഗോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. പിന്നീട് ലിറ്റിൽ ഫെയറി ഡോക്ടർ മൂഗോയെ നേരിടാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോൾഹാളിന്റെ പ്രത്യേക ടെക്നിക് ഉപയോഗിച്ച് ലിറ്റിൽ ഫെയറി ഡോക്ടർ പുറപ്പെടുവിക്കുന്ന പോയിസൺ മൂഗോ അബ്സോർബ് ചെയ്യാനും തുടങ്ങി. അത് ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ശക്തി അബ്സോർബ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഹാൻഫെങ്ങും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്തിരുന്നത്. ഹെഡ് മാസ്റ്റർ സൂക്കിയാനൊക്കെ അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. സോൾഹാളിന്റെ ഈ ട്രിക്ക് ഉപയോഗിച്ച് അവർക്ക് എന്ത് എനർജിയെയും അബ്സോർബ് ചെയ്യാം. അതിപ്പോ പോയിസണസ് മിസ്റ്റ് ആണെങ്കിലും
ആണെങ്കിലും ഒരാളുടെ ഉള്ളിലുള്ള ശക്തിയാണെങ്കിൽ പോലും. അതിനുശേഷം ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ ഫോർമേഷന്റെ കാര്യം അവരോട് നോക്കാൻ പറഞ്ഞിട്ട് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നു. മൂഗയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ രക്ഷിക്കുകയും ചെയ്യുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ നിലത്ത് ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ മെഡൂസ അവളുടെ ശക്തി ഉപയോഗിച്ച് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു. മൂഗോ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ ഒരുപാട് ശക്തി അബ്സോർബ് ചെയ്തതുകൊണ്ട് തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടർ ഒരുപാട് തളർന്നു പോയിരുന്നു. അതിനുശേഷം ഹെഡ് മാസ്റ്റർ സൂക്കിയാൻ ഒറ്റയ്ക്ക് മൂഗോയെ നേരിടാനൊക്കെ ശ്രമിച്ചതായിരുന്നു. എന്നാൽ അല്പം കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചു നിൽക്കാനാവാതെ ഹെഡ് മാസ്റ്റർ സൂക്കിയാനും തെറിച്ചു പോയി വീഴുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫോർമേഷനും തകർന്നുപോയി. മൂഗോയാകട്ടെ എല്ലാം ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ആക്രമണം നടത്തി തുടങ്ങി. ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടും ഹെഡ് മാസ്റ്റേഴ്സും മറ്റുള്ള മാസ്റ്റേഴ്സും ഒരു വിധത്തിൽ അതെല്ലാം ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അതും തകർന്നു വീണ് എല്ലാവരും തെറിച്ചു പോയി വീഴുന്നു. എന്നിട്ടും ഞങ്ങൾ ഒരിക്കലും കീഴടങ്ങില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മൂഗോയാകട്ടെ അതിനുശേഷം എല്ലാവരുടെയും ശക്തി അബ്സോർബ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ യാണിന്റെ ഒരു ആക്രമണം കിട്ടി. ഹാർട്ട് ഫ്ലെയിമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അറ്റാക്ക് ആയിരുന്നു അത്. പവർഫുൾ ആയിട്ടുള്ള യാണിന്റെ ആ അറ്റാക്കിനെ കുറിച്ച് മനസ്സിലാകാതെ എന്ത് തരത്തിലുള്ള അറ്റാക്കാണ് ഇന്ന് നടത്തുന്നത് എന്ന് മൂഗോ ചോദിക്കുന്നു. യാൺ അപ്പോൾ പറയുകയാണ്, സോൾ ഹാളിന് ഫോളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ സവിശേഷതകളെ പറ്റിയൊന്നും അറിയില്ലേ? മൂഗോ പറയുകയാണ്, അറിയാം, അതിന് ഹാർട്ട് ഫ്ലെയിമിനെ വിളിച്ചു വരുത്താനാകും, പക്ഷേ നിന്റെ ലെവലിലുള്ള കൾട്ടിവേറ്റേഴ്സിന് അതൊരിക്കലും സാധിക്കില്ലല്ലോ. അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് യാൺ ആ വൃദ്ധം പഠിപ്പിച്ചു കൊടുത്ത ടെക്നിക്ക് മൂഗോയുടെ നേരെ പ്രയോഗിക്കുന്നു. അതുമൂലം മൂഗോയ്ക്ക് നല്ല അറ്റാക്ക് തന്നെയാണ് കിട്ടിയത്. യാണാകട്ടെ പാഞ്ഞു ചെന്ന് മൂഗോയുടെ കഴുത്തിന് പിടിച്ച് എന്റെ മാസ്റ്റർ എവിടെയാടാ എന്ന് ചോദിക്കുന്നു. മൂഗോ അപ്പോൾ അവശതയോടെ സെൻട്രൽ പ്ലെയിനിലാണെന്ന് പറയുന്നു. അത് കേൾക്കാത്തത് കൊണ്ട് യാൺ മൂഗോയുടെ അടുത്തേക്ക് ചെന്നതായിരുന്നു. മൂഗോ പെട്ടെന്ന് തന്നെ യാണിന് ഒരു ഫൈറ്റ് കൊടുത്തു. അത് മൂഗോയുടെ ട്രിക്കായിരുന്നു. തെറിച്ചു പോയി വീഴുന്ന യാൺ ചോര തുപ്പുന്നു. മൂഗോയാകട്ടെ അതിനുശേഷം മുകളിലേക്ക് ഉയർന്നു നിന്ന് എല്ലാ സ്റ്റുഡൻസിന്റെയും മാസ്റ്റേഴ്സിന്റെയും ശക്തിയെല്ലാം വലിച്ചെടുത്ത് യാണിനോട് എന്ന പോലെ പറയുകയാണ്, ഇത് നിനക്കുള്ള സമ്മാനമാണ്. എന്തൊക്കെ വന്നാലും ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. നീ ഇപ്പോൾ എന്റെ മേൽ പ്രയോഗിച്ച ആ ശക്തി കാരണം ഞാനിപ്പോ അടുത്ത ലെവലിൽ എത്തിയിരിക്കുകയാണ്. ദാവോ ആൻസിസ്റ്ററിൽ നിന്ന് ദാവോ വെനറബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. യാൺ ഉടനെ തന്നെ അതെല്ലാം കണ്ട് അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ അവന്റെ ശക്തിയൊന്നും പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.